ഹലോ എവ്രി വൺ, അന്നൂസ് പെട്ര എന്ന ഈ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫാത്തിമ കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഫെസ്നൽ ദാസ് ആണ്. സാറിനെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു അന്നു. ഡെഫായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് യൂത്ത്, ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയിലാണെങ്കിലും വർക്ക് സ്പേസിലാണെങ്കിലും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ അവരെ ഒരുപാട് മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ട്. അപ്പം ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർ, ഞാനിപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളൂടെ കടന്നു പോകുന്ന ഡെഫായിട്ടുള്ള വ്യക്തികൾ, അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പേരൻസിനോട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഓക്കെ, ആദ്യമേ തന്നെ ഇതിനിപ്പോൾ ഞാൻ ഒരു മറുപടി പറയുകയാണെങ്കിൽ, തിങ് ഈസ്, ഈ ഡെഫായിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ തന്നെ അത് വലിയൊരു പോരായ്മയായിട്ടാണ് മിക്കവരും പിക്ചറൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയയാണ് എനിക്ക് കിട്ടിയത്. ഡെഫായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഒരു വീക്കെൻഡായിട്ടുള്ളൊരു പാർട്ടല്ല. ആ ഒരു അങ്ങനെ അവരെ ആക്കി മാറ്റുന്നത് നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. നമ്മളവരെ എക്സസീവായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അങ്ങ് കൺട്രോൾ ചെയ്യാനോ എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുക്കാനോ നോക്കുന്നത് വഴി ശരിക്കും നമ്മളാണ് അവരെ ലിമിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞൂടെ നിങ്ങൾ എന്താ ചെയ്യുക? പഠിക്കാൻ നോക്കും. ഇതേപോലെ തന്നെ ഡെഫായിട്ടുള്ള കുട്ടികളും അവർക്ക് അവരുടേതായ ഏരിയാസിൽ സ്കിൽഡ് ആയിരിക്കും, അവരുടേതായ സ്ട്രെങ്ത്സ് ഉണ്ടാവും, നാച്ചുറലി അവരുടേതായ വീക്ക്നെസ് ഉള്ളതുപോലെ തന്നെ ഏതൊരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ്. അവരെ അവരുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ വിടണം. അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടെന്ന് മീനിങ് ഇല്ല, പക്ഷേ അവരെ തനിയെ കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആക്കുകയാണ് നമ്മൾ വേണ്ടത്. എല്ലാം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തു. എന്തുകൊണ്ടാണ്? അവർക്ക് ചെവി കേൾക്കില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവർ നമ്മൾ ഓവർലി ഡിപ്പെൻഡൻ്റ് ആകും. ഇതിൻ്റെ കുഴപ്പം, നമ്മളില്ലാത്തൊരു ലോകത്ത് നമ്മളവരെ സഹായിക്കാൻ ഇല്ലാത്തൊരു ടൈം പീരീഡ് വരുമ്പോൾ അവരെങ്ങനെ കേപ്പബിൾ ആകും? സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളവരെ സഹായിക്കുകയാണോ യഥാർത്ഥത്തിൽ എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. സോ എങ്ങനെ സഹായിക്കാൻ പറ്റും? ബൈ മേക്കിംഗ് ദം കേപ്പബിൾ. അതിന് ഡെഫ്നെസ് ഒരിക്കലും ഒരു ബാരിയറോ ഒരു ഹിൻഡ്രൻസോ അല്ല. നമുക്കവരെ സഹായിക്കാൻ, അവരെ തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വ്യക്തികൾ, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ ഒരു ക്യാരക്ടറിനെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മിക്കവരും ഡഫ് ആകുന്നത് കൊണ്ട് തന്നെ ഇവരെ കൺസിഡർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ സാധാരണക്കാരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാർക്ക് എത്ര ഇമോഷൻസ് ഉണ്ടോ, എത്ര കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ ഇത്തരം കുട്ടികൾക്കും ഫീൽ ചെയ്യാം. ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ. സാധാരണ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതിനെക്കാട്ടിയും ഹൈലി ഇൻറ്റൻസ് ആയിട്ടായിരിക്കും അവർ ഫീൽ ചെയ്യുക. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളതിനകത്ത് ആ ടോണൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ നോക്കും. ഇവരുടെ കേസിൽ വരുമ്പോൾ ഇവർ നമ്മളെക്കാട്ടിയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലിപ്പ് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ചെറിയ വേരിയേഷൻ പോലും ഇവർ വളരെ കേപ്പബിളാണ് റീഡ് ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അതവരെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യും. കുഴപ്പം എന്താ? സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടിയും കൂടുതൽ അവർ കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയും അതവരെ, ഇപ്പം നമ്മളൊരു പേഴ്സണെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുണ്ടുകൊട്ടി ചിരിച്ചു കഴിഞ്ഞാൽ അത് അവർ ഡിറ്റക്റ്റ് ചെയ്യണമെന്നും പോലില്ല. പക്ഷേ ഡെഫായിട്ടുള്ള കുട്ടികൾ ഡിറ്റക്റ്റ് ചെയ്യും. കാരണം അവർ ആ രീതിയിലാണ് പഠിച്ചു വന്നിരിക്കുന്നത്. അതിലാണ് അവരുടെ സസ്റ്റനൻസ്, അതായത് അവർ നിലനിന്ന് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ നാച്ചുറലി ഇത്രയധികം ഒരു ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം അവരുടെ നേർക്കുണ്ടാകുകയാണെങ്കിൽ, കഴിവില്ലാത്തവർ അല്ലെങ്കിൽ ഒന്നും തനിയെ ചെയ്യാൻ പറ്റാത്തവർ എന്ന് അവരുടെ ഫാമിലി തന്നെ അവരോട് പറയുകയാണെങ്കിൽ, ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്ര കൂടുതലാണെന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും അവരോട് പെരുമാറുമ്പോൾ. അവരെ കേപ്പബിൾ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈവൻ ഈ ഡഫ് അല്ലാത്ത കുട്ടികളോട് ശ്രമിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ അവരെ നമ്മൾ കേപ്പബിൾ ആക്കാൻ ശ്രമിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ആക്ച്വലി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഈ പാരൻസും മക്കളും തമ്മിലില്ല. അപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും ഇമോഷണൽ ബാലൻസ് നന്നായിട്ടിരുന്നാലേ അത് വർക്ക് ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ബാലൻസ് രണ്ട് കൂട്ടർക്കും എങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും? അതിന് നമുക്ക് എന്താണ് ഒരു മെസ്സേജ് പറയാൻ പറ്റുക? ഈ രണ്ട് കൂട്ടരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു ഡ്രോബാക്ക് പറയുന്നുണ്ട്. ഒന്നുകിൽ പേരൻസിന് കുട്ടികൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് പേരൻസ് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് പേരൻസിന് കുട്ടികൾ, അതായത് ഡെഫായിട്ടുള്ള കുട്ടികളെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഈ സിറ്റുവേഷനെ പറ്റി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുമോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നു, നാളെ നേരം വെളുത്ത് നിങ്ങൾ എണീക്കുമ്പോൾ
ഇമാജിൻ ഇപ്പം നിങ്ങൾക്ക് മലയാളം അല്ലാതെ വേറെ ഒരു ലാംഗ്വേജ് അറിഞ്ഞൂടാ, നിങ്ങൾ ജർമ്മനിയിലാണെന്ന് കരുതുക. നിങ്ങൾ ചുറ്റിനും പറയുന്ന ആൾക്കാരോട് നിങ്ങൾ എവിടാണ്, നിങ്ങളുടെ എന്താവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ള ആർക്കും നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്ന് കരുതുക. ആൻഡ് അവരൊരു എഫേർട്ടും ഇടുന്നില്ല. നിങ്ങളൊരു കുഞ്ഞു കുട്ടിയാണെന്നും കരുതുക. നിങ്ങളുടെ ആ ഒരു ടെൻഷനും ആങ്സൈറ്റിയൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. ചുറ്റിനുള്ള ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ കരയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകാത്തൊരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ആ വലിയ മുതിർന്ന ആൾക്കാർ, നിങ്ങൾ നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ നോക്കുന്ന ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കാൻ എഫേർട്ടും കൂടി ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റിലാണ് ആ ഡെഫായിട്ടുള്ളൊരു കുട്ടി വരുന്നത്. അവർ നോക്കുന്ന ചുറ്റുപാടും കുറേയധികം പേരൻസ് അവരുടെ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഒരുമിച്ച് തമാശ പറയുമ്പോൾ ഈ ഒരു കുട്ടി മാത്രം ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് ആ മനസ്സിലാകുന്നതിൽ വരുന്ന ഒരു ഗ്യാപ്പുണ്ട്. ശരിക്കും ഇത്രയും മുതിർന്ന പേരൻസോ അല്ലെങ്കിൽ അവരുടെ കൂടുള്ള, അതായത് ഒരു ബെറ്റർ അഡ്വാൻറ്റേജസ് പൊസിഷനിലുള്ള ആൾക്കാരല്ലേ എഫേർട്ട് ഇടേണ്ടത് അവരെ മനസ്സിലാക്കാനായിട്ട്? സൈൻ ലാംഗ്വേജ് പഠിക്കുക, നമുക്ക് പഠിക്കാം അവരെക്കാട്ടിയും ബെറ്ററായിട്ട്. ശരിക്കും ഒരു പേഴ്സൺ കുറച്ചും കൂടെ മോശപ്പെട്ടൊരു സ്റ്റേറ്റിലാണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആ എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ ശരിക്കും ഒരു ടൈം പീരീഡ് ആകുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു മറുപടി പറയേണ്ടി വരികയാണെങ്കിൽ അതൊട്ടും നല്ലൊരു കാര്യമല്ലല്ലോ. കാരണം നമ്മൾ ഇടേണ്ട എഫേർട്ട് നമ്മൾ ഇട്ടിട്ടില്ല. എന്നായാലും നമ്മൾ തന്നെ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണത്, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പം അവിടെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യാനായിട്ട്, ഇപ്പം ലൈക്ക് ഒരു സ്ഥലത്ത് പോയി നമുക്ക് പഠിക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരും യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വീഡിയോസ് കാണുന്നവരാണ്. എത്രയോ ചാനൽസ് ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് കണ്ട് പഠിക്കുക. ഒരു ദിവസം ഒരു സൈൻ. ഇപ്പം എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞുടങ്ങി പോലും ഒരു കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുപോലും കൊടുക്കുന്ന കംഫർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. അതിന് നമ്മൾ അവരുടെ സ്റ്റേറ്റിലായിരിക്കണം. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇമാജിൻ നിങ്ങൾ നാളെ രാവിലെ എണീക്കുമ്പോൾ വേറൊരു സ്ഥലത്താണെങ്കിൽ, നിങ്ങളുടെ ലാംഗ്വേജ് വെച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് ചിന്തിക്കാൻ. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞത് വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ അവർ മാക്സിമം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചും കൂടെ നിങ്ങളൊരു എഫേർട്ട് ഇട്ട് ആ ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക, അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ബധിരരായ വ്യക്തികൾക്ക് ഇപ്പം അവരുടെ ഇമോഷൻസ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് ചിലപ്പം വലിയ രീതിയിലുള്ള ദേഷ്യത്തിലൂടെ ആയിരിക്കും. അപ്പം ഈ സാഹചര്യത്തിൽ പേരൻസിന് എങ്ങനെ അവരെ മാനേജ് ചെയ്യാൻ സാധിക്കും? നമ്മൾ നാടകം കണ്ടിട്ടുണ്ടെങ്കിൽ, നാടകം കണ്ടിട്ടുള്ളവർക്കറിയാം അതിനകത്തുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസ് എല്ലാം അങ്ങ് കുറേ ദൂരെയുള്ള ആൾക്കാർക്കും മനസ്സിലാകണം എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെ ക്ലോസപ്പ് ഷോട്ട്സ് പോസിബിൾ അല്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇമോഷൻസ് ഡെഫായിട്ടുള്ള ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോഴും. ബിക്കോസ് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിരിക്കും. അപ്പം ഇവൻ പ്രശ്നക്കാരനല്ല, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയാണ്, മോശക്കാരിയാണ് എന്നുള്ളൊരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഓൾറെഡി ഉണ്ട്. ഇനി ആ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവർ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ അവർ അത്ര ഇൻറ്റൻസ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ എനിക്ക് വിഷമിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുന്നു എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേർബലി പറയാൻ പറ്റുന്ന ഒരു ഫാക്ടർ അവർക്ക് മിസ്സിങ് ആണ്. അപ്പോൾ അവരതും കൂടെ ബാക്കി ഏരിയസിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആസ് പേരൻസ്, ആസ് ഗ്രോൺ അപ്സ് അവരുടെ കൂടെ ഉള്ളപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇറ്റ്സ് ഓക്കെ. അവർ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡസൻറ്റ് മേക്ക് ദം എ ബാഡ് പേഴ്സൺ, ഒരു മോശപ്പെട്ടൊരു പേഴ്സൺ അല്ല. നിങ്ങളുടെ ഫീലിങ്സ് വാലിഡാണ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് ആദ്യമേ അവരോട് കമ്മ്യൂണിക്കേറ്റ്. അതൊരു സേഫ് സ്പേസ് ആണെന്നുള്ളൊരു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റിയാൽ ഇവർ കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും. ഒരു തോക്കുന്ന ഒരു യുദ്ധം ഫൈറ്റ് ചെയ്യുന്നൊരു പേഴ്സൺ എന്ത് വിധേനയും വളരെ അഗ്രസീവ് ആകാൻ പോകും. എന്തുകൊണ്ട് അവർ തോക്കുന്നു? ഒന്നാമത്തെ ചോദ്യം, നമ്മളവരെ മനസ്സിലാക്കാത്തത് കൊണ്ട്. അപ്പം നമ്മളവരെ മനസ്സിലാക്കും എന്നുള്ളൊരു, അവരത്രയും അജിറ്റേറ്റഡ് ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, വാട്ട് ഐ എം ഗോയിങ് ത്രൂ അത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നുണ്ടെന്ന് തോന്നൽ വന്നാൽ തന്നെ അവർ കുറച്ച്
കംഫർട്ടബിൾ ആകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ കാണുന്ന ഒരു ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ അവർ ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവർ മോശമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നതും നമ്മളിലാണ് വരുന്നത്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇനി അടുത്തത്, എങ്ങനെ ഇവർക്ക് ഈ ഇമോഷണൽ എക്സ്പ്രസീവ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരു ഇൻവോൾവ്മെൻറ്റ് വരേണ്ടതുണ്ട്. അപ്പം അവിടെയും നമുക്കവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഏത് രീതിയിലാണ് ഒരു ഇമോഷൻ ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൗണ്ടിങ് ബാക്ക്വേർഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് മേ ബി കൗണ്ട് അണ്ടിൽ 10 അങ്ങനെ പറയാം. അപ്പം 10 വരെ എണ്ണിയിട്ട് ഓക്കെ ദേ സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു അടുക്ക് വരും അതിന്. മറ്റേന്ന് പറയുമ്പം നമ്മളാണെങ്കിലും വളരെയധികം ടെൻസ്ഡായിട്ട് ഒരാളത്ത് ഓടി ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് എന്ത് പറയണോ ഏത് പറയണോ ഒരു അടുക്കും ചിട്ടയും കിട്ടില്ല. അപ്പം കേൾക്കുന്ന പേഴ്സണ് മനസ്സിലാകില്ല. ഇവിടെ തന്നെ ഈ സൈൻ ലാംഗ്വേജിലൂടെ വെൻ ദേ ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്, ഈ അടുക്കും ചിട്ടയും വന്നില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അവർ ഇമോഷണലി അജിറ്റേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളോടൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഈ അടുക്കും ചിട്ടയും കിട്ടാത്തപ്പോൾ തന്നെ നമ്മൾ ആസ് എ പേഴ്സൺ ഔട്ട്സൈഡ് ഓഫ് ദ ഇമോഷൻ ഇത് കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ടീച്ചിങ് ദം ടു കൗണ്ട്. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ വിഷമിക്കുന്ന കാര്യങ്ങൾ, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ 1 തൊട്ട് 10 വരെ കൗണ്ട് ചെയ്തിട്ട് പറയുക. ഇത് 2 കൂട്ടർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു ബാരിയർ, അവിടെ ഒരു ബ്രേക്ക് വരുമ്പോൾ ഈ അടുക്കും ചിട്ടയും തനിയെ ഫോം ആകും. സോ ദേ വിൽ സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ്. അങ്ങനെ വരുമ്പോൾ നമുക്കും മനസ്സിലാവും. ഞാൻ എല്ലാം അവരിലും ചേഞ്ച് വരണം, എല്ലാവരിലും ചേഞ്ച് വരണം എന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് ഇന്നത്തെ കാലത്ത് കുറേ കാര്യങ്ങൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്, പണ്ടത്തെ കാലമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ യൂഷ്വലി പേരൻസ് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ദേ കനോട്ട് കോൾ ഔട്ട്, അല്ലെങ്കിൽ അവർ ആൾക്കാർ ഒരു അപകടം ഉണ്ടെങ്കിൽ പറയുന്നത് മനസ്സിലാകില്ല. അപ്പം അങ്ങനെ വരുമ്പം ഈ ഫിയറാണ് ഒരു പരിധി വരെ, സ്നേഹം കൊണ്ടാണ്. പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഒരു സ്മാർട്ട് വാച്ച് ആണെങ്കിൽ ഇവരോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ സ്മാർട്ട് വാച്ചിൽ വൈബ്രേഷനുള്ള സ്മാർട്ട് വാച്ചസ് ആണ് എല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മെസ്സേജ് ദേ ക്യാൻ റെസ്പോണ്ട്. അല്ല എല്ലാം കേട്ടുകൊണ്ട് തന്നെ വേണമെന്നില്ല. പണ്ട് കാലത്തായിരുന്നു നമ്മളിപ്പം ഒരു റൂമിൽ ഒരു ലൈറ്റ് ഇടുന്നതോ അത് വെച്ചിട്ട്. ഇപ്പം സ്മാർട്ട് വാച്ച് വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറിയിട്ടുണ്ട്, അധികം കോസ്റ്റ്ലി അല്ലാത്തത് പോലും ഉണ്ട്. അപ്പം ഇതേപോലുള്ള കുറേയധികം ടെക്നോളജിക്കൽ ചേഞ്ചസ് വെച്ചിട്ട് ഇപ്പം ഒരു പേഴ്സൺ അവരോട് സംസാരിക്കുന്ന പോലും ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനും ഏതിനും ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നില്ല? അതേപോലെ തന്നെ നമുക്ക് ഒരു പേഴ്സണെ മനസ്സിലാക്കുന്ന, ആദ്യം തൊട്ടേ പറയുന്ന ഒറ്റ കാര്യമാണ്, നമുക്ക് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ദൂരെ നിന്ന് വേറൊരു പേഴ്സണായിട്ട് അവരുടെ സ്റ്റേറ്റ് മനസ്സിലാക്കാത്തൊരു പേഴ്സണായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് അത്ര ഉണ്ടാകുന്നത്. സോ ആദ്യമേ അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സിറ്റുവേഷനിൽ നമ്മളാണെങ്കിൽ കുറേ കൂടി എമ്പത്തറ്റിക് ആകുക. നമ്മളാണെങ്കിൽ ഈ പെരുമാറ്റം നമ്മളോടൊരു പേഴ്സൺ കാണിക്കുകയാണെങ്കിൽ നമ്മളത് എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക? അതാണ് ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് നമുക്ക് വേണമെന്ന്. ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. കാരണം ആ സ്റ്റേറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാകത്തില്ല. അപ്പോൾ ഇറ്റ് നീഡ്സ് ടു ചേഞ്ച്. ഡെഫായിട്ടുള്ള ആളുകൾക്ക് പൊതുവേ സംശയം കൂടുതലാണ്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. അപ്പം ഈ സംശയങ്ങൾ അല്ലെങ്കിൽ ഭയം ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റും? സംശയം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബിഗിനിങ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം അവർക്ക് ബാക്കിയുള്ളവരെ കാട്ടിയും സംശയം അവരുടെ സ്വന്തം കപ്പാസിറ്റീസിലാണ്. നമ്മളാണ് അവരങ്ങനെ ആക്കി വെക്കുന്നത്. നിന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് അവർ ചെറുതിലേ തൊട്ടേ ഇപ്പം നോർമലി അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലെങ്കിലും എത്രയോ വീടുകളിൽ അത് പൊട്ടൻ ചെക്കനാണ് ഇങ്ങനെ പറയുന്ന, നമ്മൾ പറഞ്ഞു അത് തീർന്നു. പക്ഷേ ഈ ഒരു വേർഡ്, ഒരു കുഞ്ഞു വേർഡാണ്, അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ, ബുദ്ധി കുറഞ്ഞവർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആ ചെയിൻ്റെ ഏറ്റവും താഴെയാണ് അവരെ തന്നെ കൊണ്ടു ചെന്ന് വെക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടത് പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ബാക്കി ഒന്നും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമോ ചെയ്യാൻ? കാരണം അവർക്കറിയാം അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. ഇനി നമ്മൾ ഇപ്പം ഒരു പേഴ്സൺ തെറാപ്പിക്ക് വന്നാലും നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പറ്റില്ല എന്നല്ല പറയേണ്ടത്, ഞാനിത് പഠിക്കാൻ നോക്കുകയാണ്. പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ എഫേർട്ട് ഇടും, പറ്റില്ലെങ്കിൽ എഫേർട്ട് ഇടില്ല. അതേപോലെ എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് ചെറുതിലേ തൊട്ട് കേട്ട് വരുമ്പോൾ ഇവർക്ക് ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ഇൻകപ്പാസിറ്റി എന്നാണ് നമ്മൾ പറയുക. അതായത്
മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയില്ലേ, ആ ഒരു ഐഡിയ. അങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എത്ര ശ്രമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ഒരു ചിന്ത ഉള്ളൊരു പേഴ്സൺ ഡൗട്ടല്ലാതെ പിന്നെ എന്താ വരിക? കാരണം അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ല, ഒരു കഴിവുമില്ല. ഇങ്ങനെ സ്വയം റെപ്പറ്റേറ്റീവായിട്ട് കേട്ടുകൊണ്ട് വരുന്ന പേഴ്സൺ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. അപ്പം നമ്മൾ അവരോട് അവരുടെ ഡൗട്ട്സ് ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ളത്, ഇവർക്ക് അവരുടെ കപ്പാസിറ്റിയിൽ, അവരുടെ സ്ട്രെങ്ത്സിൽ വിശ്വാസമുണ്ടോ, അവർക്കുള്ള സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ നമ്മളെല്ലാവരും അങ്ങനെയാണ്, നടന്ന് തുടങ്ങിയിട്ടാണ് ഓടിയിട്ടുള്ളത്. നടക്കാൻ നമ്മളവരെ പഠിപ്പിക്കണ്ടേ? അവിടെയാണ് ഈ ചേഞ്ച് വരുന്നത്. മാനസികമായിട്ട് സ്ട്രെസ്സ് വരുമ്പം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആങ്കർ വരുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു തെറാപ്പി പോലെ അങ്ങനെ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ തെറാപ്പി ഫോമാറ്റിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ തെറാപ്പി ഉണ്ട്. ഇപ്പോൾ CBT ആണെങ്കിലും അങ്ങനെ. പക്ഷെ അതെല്ലാം നമ്മൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. ഇപ്പം അല്ലാതെ എക്സസീവായിട്ട് ദേഷ്യം വരുമ്പോൾ നമുക്ക് 2-3 രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യാം. ഇപ്പം അവർക്ക് അവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് അന്നേരം തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾസ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 തൊട്ട് ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യുക, 10, 9 ആ രീതിയിലേക്ക്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഇപ്പം എക്സസീവായിട്ട് ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ഇത് ചെയ്യുക. നമ്മുടെ ആ ഒരു എൻവയൺമെൻറ്റിലുള്ള 5 കാര്യങ്ങൾ കോൾ ഔട്ട് ചെയ്യുക. എന്നിട്ട് 4 കാര്യങ്ങൾ തൊട്ട് നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അതുമല്ല, നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് വന്നത്, നിങ്ങൾക്കൊരു ആങ്സൈറ്റി വരുമ്പോൾ മിക്കവരും പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യണം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. സിമ്പിളായിട്ടൊരു ടെക്നിക്ക് പറയുകയാണെങ്കിൽ കോട്ടുവൈഡില്ലേ, കോട്ടുവൈഡ് എന്നെങ്ങനെ, നമ്മൾ ഇംഗ്ലീഷിലെ 6 എന്ന ആൽഫബറ്റ് പറയുന്നത് പോലെയാണ്. ഒന്ന് ശ്രമിച്ച് നോക്കി കഴിഞ്ഞാൽ 6 എന്ന് പറയുക. അതുപോലെ നല്ലതുപോലെ വലിച്ച് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് യോണിങ് റിഫ്ലെക്സ് ഇത് ചെയ്യും. അതായത് കോട്ടുവൈടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കാം. ഇനി മനസ്സിനെക്കുറിച്ച് മിക്കവരും പറയുന്ന ഒരു യൂണി ഡയറക്ഷണലായത്, ഞാൻ ചിന്തിക്കുന്നു അത് പ്രവൃത്തിയിലാകുന്നു, ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി പ്രവൃത്തിയിലായാൽ അത് തിരിച്ച് ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴാണ് ഉറങ്ങാൻ കിടക്കുക? നമ്മൾ സമാധാനത്തോട്ടിരിക്കുമ്പോഴാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ആരെങ്കിലും ചുറ്റിനും അപകടമുള്ളപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്കൂ? ഇല്ല. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം വരികയാണെങ്കിൽ ഇറ്റ് മീൻസ് നമ്മൾ സേഫാണ്. അപ്പം നമ്മൾ കോട്ടോ ഇടുമ്പോൾ നമ്മൾ ആങ്സൈറ്റി ഉള്ള ഒരു പേഴ്സൺ ആണോ? അല്ല. ഇത് നമുക്ക് തിരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ യോണിങ് റിഫ്ലെക്സ് നമ്മളിലേക്ക് ശരിക്കും വാഗസ് നെർവ് എന്നൊക്കെ പറയുന്ന ഒരു നെർവിൻ്റെ ഇതൊക്കെയുണ്ട്. അപ്പം അതുപോലെ നമ്മൾ യോൺ ചെയ്യാൻ ശ്രമിച്ചാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി കാം ഡൗൺ ആവും. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം യോൺ ചെയ്യുന്നത് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ സിഗ്നൽസ് തിരിച്ച് മൈൻഡും മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ലെറ്റ്സ് സേ ഒരു ചൂയിങ്കം, നമ്മൾ ഫുഡ് കഴിക്കുന്ന എപ്പോഴാണ്? ടെൻഷൻ അടിച്ച് ഓടുന്നതിൻ്റെ ഇടയ്ക്ക്, അപകടത്തിൻ്റെ ഇടയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കൂ? ഇല്ല. നമ്മൾ ആ സിറ്റുവേഷൻ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ ഫുഡ് അപ്പോൾ ഒരു ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോഡിക്ക് കിട്ടുന്ന സിഗ്നൽ, ഓക്കെ ഹീസ് ഹാവിങ് സംതിങ്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിൻ്റെ മീനിങ് എന്തായിരിക്കും? നമ്മൾ സേഫാണ്. അപ്പോൾ ആങ്സൈറ്റിക്ക് അവിടെ സ്ഥാനമുണ്ടോ? ഇല്ല. ഇതിങ്ങനെ തിരിച്ചും ഫങ്ഷൻ ചെയ്യാം. അപ്പം ഇതേപോലെ നമ്മൾ ഒന്നിലധികം മെക്കാനിസംസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഗമ്മോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഈ യോണിങ് റിഫ്ലെക്സ് ഇനിഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് ആക്ച്വലി ഒരാളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റുകളൊക്കെ പണിയില്ലാത്തവരായി പോകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ പറയുന്ന വ്യൂ പോയിൻ്റാണ് ഞാൻ കുറച്ച് ഇത് ചെയ്യുന്നു. ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ ട്രേസ് ഉണ്ട്. അതായത് ഒരു പേഴ്സൺ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേഴ്സണാലിറ്റി മേക്കപ്പൊക്കെ ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല. പക്ഷേ ആ നിൽക്കുന്നിടത്ത് നിന്ന് നമുക്കിപ്പോൾ എത്തിയൊരു സാധനം എടുക്കണമെങ്കിൽ കാലിളക്കാതെ നമുക്ക് എത്താൻ പറ്റുമല്ലോ. നമുക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് ചരിയാൻ പറ്റും. അപ്പോൾ ആ ചരിക്കുന്നതിന് ദർ ഇസ് എ മെക്കാനിസം. അവിടെയാണ് നമ്മൾ ചില സൈക്കോളജിക്കൽ ടെക്നിക്സും ടിപ്സും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ആ ഇൻഹറൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കുകയല്ല, പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി, പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പേഴ്സൺ അവർക്കൊരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഷുഡ് ഐ ചേഞ്ച് എന്നുള്ളത്. ആ റീസണിലാണ് അവരാ കൊണ്ടുവരുന്ന ചേഞ്ച് കംപ്ലീറ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു കുഞ്ഞു കുട്ടി ഒരു ബിഹേവിയർ കാണിക്കുമ്പോഴും
ഒരു അഡൾട്ട് ഒരു ബിഹേവിയർ കാണിക്കുമ്പോഴും ഒരേ ബിഹേവിയർ തന്നെ കാണിക്കുന്നില്ല, രണ്ടിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരേ രീതിയിലാണോ? ഒരിക്കലുമല്ല. ഈ രണ്ട് ഇവാലുവേഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ കാണിക്കുന്ന ബിഹേവിയറിനെക്കാട്ടിയും കൂടുതൽ നമ്മളതിനെ നോക്കിക്കാണുന്ന രീതിയിലാണ്. ഇതേപോലെ ഈ ഒരു സിറ്റുവേഷന് നമ്മൾ കൊടുക്കുന്ന ഇമോഷണൽ വെയിറ്റാണ് ഇവിടുത്തെ ഇഷ്യൂ. നമ്മളോട് പലരും ഒരേ രീതിയിൽ പെരുമാറിയാലും ചിലർ പെരുമാറുമ്പോൾ നമുക്കത് വല്ലാതെ കൊള്ളും. എന്തുകൊണ്ടാണ് കൊള്ളുന്നത്? അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇമോഷണൽ വെയിറ്റാണ്, അതാണ് ഇവിടെ ബാധിക്കുന്നത്. അപ്പം ഒരു സിറ്റുവേഷനിൽ ഇഫ് വി വോണ്ട് ടു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വൈ ഷുഡ് ഐ ചേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. എന്താണ് നമ്മൾ ആ ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആ റീസൺ പവർഫുൾ ആണെങ്കിൽ ചേഞ്ച് വരും. അപ്പം നമുക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്, സോ അതുകൊണ്ട് ഞാൻ മാറില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാറിക്കോളും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്, അത് ചിന്തിച്ചാൽ മതിയാവും. നമ്മൾ ഫാമിലിയിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പം ഡെഫ് ആയതുകൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ ഡിസൈഡ് ചെയ്യുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇതിനകത്തൊരു മറുപടി പറയാനുള്ളതേ, ഇപ്പോൾ ഈ ചോദ്യം ഇറ്റ്സെൽഫ് വാസ് സർപ്രൈസിങ്. കാരണം ആൾക്കാർ എങ്ങനെയാണ് ഡെഫായിട്ടുള്ളവരെ കാണുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. തനിയെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റാത്ത, ഒട്ടും വിവരമില്ലാത്ത, അതായത് എന്താ പറയുക, നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടികളോ പൂച്ചക്കുട്ടികളോ ഒക്കെ കാട്ടിയും താഴെയുള്ളൊരു പേഴ്സണായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു പേഴ്സണ് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, തിരിച്ച് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡസൻ മീൻ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത്. അവർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്കൊരു പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനോ അത് കേൾക്കാനോ പറ്റുന്നില്ല. ഇത് നമ്മളും കൂടെ ഒരു സൊസൈറ്റി ആയിട്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാല്യൂ പോലാണ്. ടെക്നോളജി ഇത്രയും വളർന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ചെറിയൊരു ഡിവൈസ് വാങ്ങിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. ഇത് ഒരു ടൈപ്ഡ് ഔട്ട് ഫോമാറ്റിൽ. അത്രയും വളർന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോഴും ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊട്ടും ജസ്റ്റിഫയബിൾ അല്ല. ഇനി അടുത്തൊരു കാര്യമുള്ളത്, നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ അവർ ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലെ അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലിപ്പ് റീഡ് ചെയ്യും. ദേ ഡോണ്ട് നീഡ് സബ് ടൈറ്റിൽസ്. കാരണം നിങ്ങളും ഇപ്പം ഈ ചെവി കേൾക്കുന്നവർ മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ബ്യൂട്ടിഫുള്ളായിട്ട് അവരിത് ചുണ്ട് വായിച്ച് മനസ്സിലാക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ ഈ ഒരു സംസാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. കാരണം എന്താ? അവർക്ക് ചെവി കേൾക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അത് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് നമ്മൾ അഹങ്കരിക്കുകയാണെങ്കിൽ ആ നമ്മൾ കാണിക്കുന്ന ബുദ്ധിയില്ലായ്മ ജസ്റ്റിഫൈഡ് ആണോ? ഇവിടെ അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അവർക്ക് ബുദ്ധിയില്ലാത്തതാണോ, ശരിക്കും നമുക്ക് ബുദ്ധിയില്ലാത്തതാണോ കുഴപ്പമെന്നുള്ളത്? അതാണ് നമ്മൾ ശരിക്കും ആൻസർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും. അവർക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ, കാരണം അവർക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവാണ്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് പട്ടി കുരയ്ക്കുന്ന ശബ്ദമുണ്ട്, ഇപ്പം ഈ പുറത്തിങ്ങനെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവരതിൽ ബോധമാണോ? ഇല്ല. അവർ നമ്മളീ പറയുന്ന കാര്യത്തിൽ മാത്രം. അപ്പോൾ അവരുടെ ഫോക്കസ് ആണോ കൂടുതൽ? ശരിക്കും നമ്മൾ അവരെയല്ലേ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്. ശരിക്കും നമ്മുടെ ഒരുപാട് ഡൗട്ടുകൾ സാർ നമുക്കിന്ന് ക്ലിയർ ചെയ്തു തന്നു. അതിലെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും ഇങ്ങനെ ഡെഫായിട്ടുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ദയവായി അതെല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഡെഫായിട്ടുള്ളവർ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് സ്നേഹത്തോടെ അവരോട് പെരുമാറാൻ ശ്രമിക്കുക. അത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇത് മനസ്സിലാക്കാത്തവരും കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഈ രീതിയിൽ മാത്രമേ ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ദയവായി എല്ലാവരും അത് മനസ്സിലാക്കി വീട്ടിൽ അതനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഇത്രയും നേരം ഇരുന്ന സാറിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.